ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ കീം ഓപ്ഷൻ ഫില്ലിങ്ങുമായി ബന്ധപ്പെട്ട് പല കുട്ടികളും പല രീതിയിലുള്ള ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഇതിൽ കയറിയിട്ട് പല കുട്ടികളും ഗവൺമെൻറ് കോളേജ് മാത്രം സെലക്ട് ചെയ്യുന്ന കുട്ടികളുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് കോളേജിൻ്റെ കൂടെ മറ്റ് പല പ്രൈവറ്റ് കോളേജസും കൂടി ആഡ് ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഓരോ കുട്ടികൾക്കും അവരുടേതായിട്ടുള്ള ഇൻട്രസ്റ്റ് കാണും. അപ്പോൾ ഞാൻ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, വളരെയധികം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ചില കുട്ടികൾ എന്നോട് ചോദിക്കുന്നുണ്ട്, നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഹയർ ഓപ്ഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ പഴയത് പോകുമോ, അടിയിലുള്ളത് പോകുമോ, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ ഈ ഒരു ഓപ്ഷനിൽ നമുക്കിപ്പോൾ ആദ്യം കിട്ടുന്നത് 4th ഓപ്ഷനായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ള കാറ്റ് ട്രിവാൻഡ്രം ആണെങ്കിൽ നമുക്ക് പിന്നീട് ഉള്ള ഹയർ ഓപ്ഷൻസ് കിട്ടുമ്പോൾ TKM കൊല്ലമോ അല്ലെങ്കിൽ GC തൃശ്ശൂരോ ഒക്കെയാണ് കിട്ടുക. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ എപ്പോഴും ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് വൺസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഹയർ ആയിട്ടുള്ള മുകളിലേക്കുള്ളത് കിട്ടുള്ളൂ, താഴെയുള്ളത് കിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ വൺസ് ഒരു കോളേജ് കിട്ടിക്കഴിഞ്ഞിട്ട് അത് ജോയിൻ ചെയ്തില്ലെങ്കിൽ ടോട്ടൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നമ്മൾ പുറത്താകും. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് തമാശയ്ക്ക് വെറുതെ കുറേ കോളേജ് ഇട്ട് കൊടുത്തു, അവിടെ നിന്നും ജോയിൻ ചെയ്യാൻ ആഗ്രഹമില്ല. ഇപ്പോൾ ഗവൺമെൻറ് കോളേജിൽ മാത്രമേ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളൂ, പക്ഷേ എല്ലാവരും കൊടുക്കുന്നുണ്ട്. 3-4 പ്രൈവറ്റ് കോളേജസ് കൊടുത്തു, അവിടെ നമ്മളിപ്പോൾ ജോയിൻ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഫീസ് അടയ്ക്കുന്നില്ല എന്നൊരു ഓപ്ഷൻസിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു ടോട്ടൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നമ്മൾ പുറത്താവുകയാണ് ചെയ്യുക. പിന്നെ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ഓരോ കോളേജിൻ്റെയും ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും കഴിഞ്ഞ കൊല്ലത്തെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലുള്ള ടോപ്പ് 10 കോളേജസ് എന്ന രീതിയിലുള്ള കോളേജസ് ഞാൻ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞാൽ ഒരു ബേസിക് ഐഡിയ കിട്ടും. ഇവിടെ കൊടുത്തിട്ടുള്ള ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിൽ ഈഴവ മുസ്ലിമിനൊക്കെ കൊടുത്തിട്ടുള്ളത് ജനറൽ റാങ്ക് ആണ്, കാറ്റഗറി റാങ്ക് അല്ല. അപ്പോൾ ഇതുപോലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഇനിയുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. താങ്ക്